കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ നാടകത്തിന് മുമ്പ് കുട്ടിയുടെ അമ്മയെയാണ് കൊല്ലാൻ നോക്കിയത്. അതും ചികിത്സിക്കുന്ന ഡോക്ടറെ സ്വാധീനിച്ച്. പറഞ്ഞു കൊടുക്കണോ? അത് അന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണോ? അത് അന്ന് തന്നെ കഥ അവിടെ തീരുന്നില്ല. അമ്മയെ കൊല്ലാനുള്ള ശ്രമം നടക്കാതെ ആയപ്പോ അടുത്ത ശ്രമം കുട്ടിയുടെ ജീവൻ എടുക്കുക എന്നതായി. അതിന് ഇയാള് പറയുന്ന കാരണമാണ് വിചിത്രം. ഈ കുട്ടിയും അമ്മയും ജീവിച്ചിരുന്ന കൊച്ചിന്റെ അച്ഛന്റെ ഇപ്പോഴത്തെ ഭാര്യയുമായിട്ടുള്ള ജീവിതം ശോഭനമാവില്ല എന്ന്. അവരുടെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടി അമ്മാവന്റെ വക ഒരു സ്നേഹക്കൊല. കുട്ടിയെ തട്ടിയെടുക്കാൻ ഒരാളെയും കണ്ടെത്തി. അതിന് കൃഷ്ണൻകുട്ടി കണ്ടെത്തിയ ആളാണ് ഈ നിൽക്കുന്ന രാജേന്ദ്രൻ. മാറോ. പണിക്കും പോവാതെ കള്ളും കുടിച്ച് ഭാര്യയും തല്ലി നടക്കുന്ന ഇവനെ തന്നെ ഈ ജോലി ഏൽപ്പിക്കാൻ ഒരു കാരണമുണ്ട്. കൃഷ്ണൻകുട്ടിയുടെ ഈ കൊച്ചു തലയ്ക്കുള്ളിൽ തലച്ചോറ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കുന്ന ഒരു കണ്ടെത്തൽ. അതിന് കാരണം ശാന്ത. പക്ഷേ ശാന്ത ഭർത്താവിന്റെ ഈ ആവശ്യം മുഖവിലക്കെടുത്തില്ല. കുട്ടിയെ ആ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. കൃഷ്ണൻകുട്ടിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിപ്പോയ രാജേന്ദ്രൻ അതിനുവേണ്ടി ഒറ്റയ്ക്കൊരു ശ്രമം നടത്തി. അതാണ് ആ വീട്ടിൽ കയറിയ ആദ്യത്തെ മോഷണ ശ്രമം. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ. അത് ഞാനൊന്ന് ആ ശ്രമവും പരാജയപ്പെട്ടപ്പോഴാണ് ശാന്തയെ ഭീഷണിപ്പെടുത്തി രാജേന്ദ്രൻ അവസാന ശ്രമം നടത്തിയത്. അപ്പൊ കുഞ്ഞിനെ ആരാ എടുത്തേ? ഇപ്പോ നമ്മുടെ മുന്നിൽ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ചോദ്യം അതാണ്. ആ കുഞ്ഞിനെ ആരാണ് എടുത്തത്? ഇവർക്കാർക്കും അതറിയില്ല. കുഞ്ഞിനെ കൊടുക്കാതായപ്പോ വാങ്ങിച്ച കാശിന്റെ പേരിൽ തർക്കമായി. വഴിയിൽ കിടന്ന അടിയായ ഇവരെ പിന്നെ ഞാനാണ്, അല്ല ശിവനാണ് ഇവിടെ എത്തിച്ചത്.